ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 23-ാം വാക്യം. യഹോവ അവളോട്, 2 ജാതികൾ നിൻ്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു. ഹൃദയനൊമ്പരത്തോടെ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ച ഇസാക്കിൻ്റെ ഭാര്യയായ റിബേക്കയോട് ജീവനുള്ള ദൈവം അരുളി ചെയ്യുന്നു, ദൈവിക വാഗ്ദത്തങ്ങൾ അരുളി ചെയ്യുന്നു. ദൈവം ചില ഭാവികാല വാഗ്ദാനങ്ങൾ അരുളി ചെയ്യുന്നു. 2 ജാതികൾ നിൻ്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും. വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു വാഗ്ദാനമാണ് റിബേക്കയ്ക്ക് അപ്പോൾ കിട്ടിയത്. 2 പ്രജകൾ നിൻ്റെ ഗർഭത്തിലുണ്ട്, അതിൽ ആദ്യജാതൻ അവൻ ഇളയവനെ, അനുജനെ സേവിക്കുന്നവനായി തീരും. ജ്യേഷ്ഠാവകാശം മൂത്തവനാണെങ്കിലും രണ്ടാമത് ജനിക്കുന്നവൻ ഇളയവനായിരിക്കും ജ്യേഷ്ഠാവകാശത്തിൻ്റെ പദവി ലഭിക്കാൻ പോകുന്നത് എന്ന് ദൈവം വരാനിരിക്കുന്ന കാര്യം റിബേക്കയോട് അരുളി ചെയ്തു. റിബേക്ക അത് മനസ്സിൽ സംഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം ലഭിച്ചു. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി വാസ്തവത്തിൽ ഞാൻ യേശുനാഥൻ്റെ പാദപീഠത്തിൽ വന്നിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ നിങ്ങൾ മുട്ടുമടക്കുന്നു എങ്കിൽ, ഹൃദയം പകരുന്നു എങ്കിൽ, ദൈവിക വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഉറപ്പേറിയ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. വളരെ കൃത്യമായ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഭയപ്പാടുകൾ മാറും, നിങ്ങളുടെ മനഃചാഞ്ചല്യങ്ങൾ മാറും, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ചാഞ്ചാട്ടങ്ങൾ മാറും, നിങ്ങളുടെ വേവറിങ് മൈൻഡ് മാറും, നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല കെട്ടുറപ്പ് ലഭിക്കും. എന്താണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമെന്ന് ഓർത്ത് നിങ്ങൾ വേദനിച്ച് വിങ്ങിപ്പൊട്ടി കർത്താവിൻ്റെ പാദപീഠത്തിൽ ചെന്ന് അഭയപ്പെട്ട് നിലവിളിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അന്തരാത്മാവിൽ ചില വ്യക്തമായ ബോധ്യങ്ങൾ കർത്താവ് തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ധൈര്യം തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അത്ഭുതം അതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് അനുഭവിച്ചു തുടങ്ങാം. നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് അലിയടിക്കുന്നതായ ഈ ശബ്ദം, നിങ്ങളുടെ ഹൃദയഭിത്തികളിൽ വന്ന് മാറ്റൊലിക്കൊള്ളുന്നതായ ഈ ശബ്ദം, നിങ്ങളുടെ കാതുകളിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുന്നതായ ഈ വാക്കുകൾ, ഈ വചനം, അത് നിങ്ങളുടെ ഹൃദയത്തിൽ പുത്തൻ പ്രതീക്ഷകൾ ഉണർത്തുകയും പ്രത്യാശയുടെ പുതുനാമ്പുകൾ വിരിയിക്കുകയും ഈ പുതുനാമ്പുകൾ വിരിയിച്ചതിൽ പുതുപുഷ്പങ്ങൾ നിങ്ങൾ വിടരുകയും അതെല്ലാം പുതിയ വാഗ്ദാനങ്ങളായി നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞ് പ്രശോഭിക്കുകയും ചെയ്യും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്താണ് ഞാൻ ഈ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നതാണ് ഈ പറഞ്ഞത്. നിങ്ങൾ സജീവമായ അനുഭവങ്ങൾക്ക് വേണ്ടി കൊതിക്കണം. ക്രിസ്തുവിനോടുള്ളതായ സജീവമായ ബന്ധത്തിന് വേണ്ടി കൊതിക്കണം. പ്രാർത്ഥനയുടെ ബന്ധം വാഗ്ദാനങ്ങളുടെ ഉറവിടമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ബന്ധം, യേശുക്രിസ്തുവിനോടുള്ളതായ സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ നിന്നുള്ളതായ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ ബന്ധത്തിൽ അവിടെ പ്രത്യാശയുടെ നറുനാമ്പുകൾ വിരിയും. ദൈവത്തിന് സ്തോത്രം. അവിടെ വാഗ്ദാനങ്ങൾ പുതുപുഷ്പങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് വിരിയും. എൻ്റെ കർത്താവിന് സ്തോത്രം. എന്താണ് ഉണ്ടായത്? റിബേക്ക പ്രാർത്ഥിച്ചു. ഉള്ളിൽ നിന്ന് എന്താണ് പോയി പ്രാർത്ഥിച്ചത്? കർത്താവ് പറഞ്ഞു, വിഷമിക്കണ്ട, വരുംകാലത്തേക്കുള്ള ദീർഘ വർഷങ്ങളിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ നിന്നെ അറിയിക്കാം. ജീവനുള്ള ദൈവം ഒരു പാവപ്പെട്ട മനുഷ്യനോട് സംസാരിക്കുക, ദൈവം ഒരു പാവപ്പെട്ട സ്ത്രീയോട് സംസാരിക്കുക, വേദനിച്ച് പൊളയുന്നൊരു സ്ത്രീയോട് ദൈവം സംസാരിക്കുക, ഈ ഭൂമിയിൽ ഒരു സാധു മനുഷ്യനോട് ദൈവം സംസാരിക്കുക. ഇതെല്ലാം വാസ്തവമാണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?
ഇതെല്ലാം സജീവമായ യാഥാർത്ഥ്യങ്ങളാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അങ്ങ് ഇസ്ഹാക്കിൻ്റെ കൂടാരത്തിൻ്റെ പിൻഭാഗത്ത് പോയിരുന്ന് കരഞ്ഞ റിബേക്കയ്ക്ക് കിട്ടിയ വാഗ്ദാനങ്ങൾ പോലെ തന്നെ ഇന്നും ജീവിതത്തിൽ ചില പിന്നാമ്പുറങ്ങളിലേക്ക് മാറി നിന്നിട്ട് നിങ്ങൾ മുട്ടുമടക്കി കരയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കും വാഗ്ദാനങ്ങൾ ലഭിക്കും. നിങ്ങൾക്കും ദൈവിക വാഗ്ദാനങ്ങൾ ലഭിക്കും. നിങ്ങൾക്കും ദൈവത്തിൻ്റെ വചനം ലഭിക്കും. നിങ്ങൾക്കും ദൈവം പ്രത്യാശ തരും. നിങ്ങൾക്കും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതായ സമുന്നതമായ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കർത്താവ് എറിഞ്ഞു തരും. ദൈവത്തിന് സ്തോത്രം. 2 ജാതികൾ നിൻ്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു. അവിടെ ഗർഭത്തിൽ വെച്ച് തന്നെ തിക്കി തുടങ്ങിയവർ ഏശാവും യാക്കോവും അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരസ്പരം പോര് തുടങ്ങി. ഗർഭത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ പോര് വെളിച്ചത്തായി. എങ്ങനെയാണ് കാണാം? ആദ്യം ഏശാവാണ് പുറത്തു വരുന്നത്. നമുക്ക് വായിക്കാം, അടുത്ത വാക്യം വായിച്ചേ. അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ടപ്പിള്ളകൾ അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു. ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു, മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു. അവന് ഏശാവ് എന്ന് പേരിട്ടു. ഒന്നാമത്തവൻ ഏശാവ്. ശരീരമാസകലം ഒരു ശിശു ജനിക്കുമ്പോൾ തന്നെ ഇങ്ങനെ രോമങ്ങളുണ്ടാകുമോ? ശരീരമാസകലം ചുമന്ന രോമമുള്ള ഒരു ശരീരത്തോടുകൂടിയാണ് പുറത്തു വന്നത്. പിന്നെ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു, അവൻ്റെ കൈ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു. കണ്ടോ? പുറത്തു വന്നപ്പോൾ തന്നെ ചേട്ടൻ്റെ കാലിൽ പിടിച്ചിരിക്കുക. അവിടെ മത്സരം തുടങ്ങിക്കഴിഞ്ഞു. പുറത്തു വന്നപ്പോൾ തന്നെ യാക്കോബിൻ്റെ കൈ ഏശാവിൻ്റെ കുതികാലിൽ പിടിച്ചിരിക്കുകയാണ്. പുറകോട്ട് പിടിക്കുകയാണ്. ഏശാവിനെ പുറകോട്ട് പിടിക്കുകയാണ്. സഹോദരങ്ങളെ, അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഗർഭത്തിൽ വെച്ച് തന്നെ തിക്കി തുടങ്ങി. പുറത്തു വന്നപ്പോൾ പ്രസവത്തിൻ്റെ സമയത്ത്, ജന്മസമയത്ത് തന്നെ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരിക്കുന്നു യാക്കോബ്. ഒന്നും യാദൃശ്യമല്ല. പിന്നെയുള്ള ചരിത്രം നോക്കുമ്പോൾ എല്ലായിടത്തും ജ്യേഷ്ഠാവകാശത്തിന് വേണ്ടിയുള്ളതൊരു പോരാട്ടമായിരുന്നു. ജ്യേഷ്ഠാവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം യാക്കോബിൻ്റെ ജീവിതം തന്നെ ഒരു പോരാട്ടമല്ലേ? അത് നമുക്ക് വേറൊരു വിഷയമായതുകൊണ്ട് ഇനി ഒരവസരത്തിൽ പറയാം. യാക്കോബിൻ്റെ ജീവിതം തന്നെ ഒരു പോരാട്ടമാണ്. ജ്യേഷ്ഠാവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ നാം കാണുന്നത്. ഈ ശിശുവിന് ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിട്ടല്ല. ദൈവം അവനെ ജ്യേഷ്ഠാവകാശത്തിന് വേണ്ടി കണ്ടിരിക്കുകയാണ്. നിത്യനായ ദൈവം അവനെ അതിന് നിയമിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മുൻ നിയമനമാണത്. ദൈവത്തിൻ്റെ മുൻ നിർണയമാണത്. ജീവനുള്ള ദൈവം യാക്കോബിനെ ജ്യേഷ്ഠാവകാശം പ്രാപിക്കത്തക്കവണ്ണം മുന്നമേ കണ്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ എല്ലാ അനുരണനങ്ങളും അതിൻ്റെ എല്ലാ നിഴൽപ്പാടുകളും യാക്കോബിൻ്റെ ജീവിതത്തിൽ നാം തുടർന്ന് കാണുകയാണ്. ദൈവം വരും കാലത്തേക്കുള്ളതാണ് യാക്കോബിൽ കാണുന്നത്. വരുന്ന ഭാവി കാലത്തേക്കുള്ള അനന്ത സാധ്യതകളാണ് ദൈവം കാണുന്നത്. വരും കാലത്തേക്കുള്ള വൻ സാധ്യതകൾ, അറുതിയില്ലാത്ത ഭാവി ജീവിതത്തിലെ തലമുറയായിട്ടുള്ള മുന്നേറ്റങ്ങളുടെ ചരിത്രമാണ് ദൈവം കാണുന്നത്. സ്വർഗത്തിലെ ദൈവം, നിത്യനായ ദൈവം യാക്കോബിൽ ഒരു വലിയ കാര്യം കാണുകയാണ്. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്ന് സംഖ്യാപുസ്തകത്തിൽ ജീവനുള്ള ദൈവം പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്ന്. ഒരു നക്ഷത്രം ഉദിക്കാൻ പോവുകയാണ്. ഒരു നക്ഷത്രം. ആ നക്ഷത്രം, ഉദിക്കാൻ പോകുന്ന നക്ഷത്രം, പ്രവാചകൻ്റെ നാവിൽ കൂടി വരുന്നതായ ആ വാക്കുകളിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രം, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ജനിക്കുവാനുള്ള ഒരു തലമുറയുടെ അതിൻ്റെ ആദ്യ ഭാഗത്തെ കണ്ണിയാണ് കർത്താവ് വിടർത്തി കാണിക്കുന്നത്. ആദ്യ ഭാഗത്തെ കണ്ണിയാണ് കർത്താവ് ഇവിടെ പ്രകാശിപ്പിച്ച് കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം, അത് തൻ്റെ ഏകജാതനായ പുത്രൻ്റെ ജനനം, സ്വർഗത്തിലെ ദൈവം അത് ലോകാരംഭത്തിന് മുമ്പേ നിരൂപിച്ചതാണ്. ലോകാരംഭത്തിന് മുമ്പേ ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നിരൂപിച്ചതാണ്. ലോകാരംഭത്തിന് മുമ്പേ കൊല്ലറുക്കപ്പെട്ട ദൈവകുഞ്ഞാട്, മനുഷ്യജാതിയുടെ പാവം വഹിക്കുന്ന ദൈവകുഞ്ഞാട്, അത് നിത്യനായ ദൈവത്തിൻ്റെ യുഗപരിപാടിയാണ്. അതാണ് ഏദൻ തോട്ടത്തിൽ ആദാമിനോട് ദൈവം പറഞ്ഞത്, സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കുമെന്ന്.
എല്ലാവരും പുരുഷൻ്റെ സന്തതിയാണ്, നാം എല്ലാവരും പുരുഷൻ്റെ സന്തതിയാണ്. എന്നാൽ സ്ത്രീയുടെ സന്തതിയായി പുരുഷ സ്പർശമേൽക്കാതെ ഒരാൾ ജനിക്കും. ആ സ്ത്രീയുടെ സന്തതി അത് കർത്താവായ യേശുക്രിസ്തുവാണ്. സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കുമെന്ന് ഏദെൻ തോട്ടത്തിൽ പാപം ചെയ്ത് ദൈവത്തിന് തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് ദൈവം കൊടുക്കുന്ന വാഗ്ദാനമാണ്. സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കുമ്പോൾ അന്ന് മകനേ, നിനക്ക് എൻ്റെ സ്വരൂപവും സാദൃശ്യവും തിരിച്ചു കിട്ടും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ഈ തേജസ് നിനക്ക് തിരികെ കിട്ടും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ഏദൻ നിനക്ക് തിരികെ കിട്ടും. നീ ഇപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായ ഏതെല്ലേ സൗഖ്യവും സമാധാനവും ദൈവിക സംസർഗവും നിനക്ക് തിരികെ കിട്ടും. ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തലചതയ്ക്കും. നിൻ്റെ പാപം മൂലം ശാപഗ്രസ്തമായ ഈ ഭൂമിയുടെ ശാപം മാറും. നിൻ്റെ പാപം മൂലം ശാപം വന്നുപോയ മനുഷ്യജാതിയുടെ പാപവും ശാപവും മാറും. നിൻ്റെ പാപം മൂലം കെടുതികൾ വന്ന ഈ ഭൂമിയിലെ സകല കെടുതികളും മാറും. സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തലചതയ്ക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അന്ന് ഏദൻ തോട്ടത്തിൽ കുരിശ് സ്ഥാപിതമായി. അവിടെ അക്ഷരീയമായൊരു കുരിശ് സ്ഥാപിച്ചില്ല. അക്ഷരീയമായൊരു കുരിശ് അവിടെ കൊണ്ടുവന്ന് നാട്ടിയില്ല. ആ നാട്ടുന്നത് പിന്നെ ഈ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അത് ഗോകുൽത്തായിലാണ് നാട്ടുന്നത്, കാൽവറി മലയിലാണ് നാട്ടുന്നത്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അത് ഏദൻ തോട്ടത്തിൽ നാട്ടിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഏദൻ തോട്ടത്തിൽ ആ കുരിശ് നാട്ടുന്നതിനും മുൻപ് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഹൃദയത്തിൽ ആ കുരിശ് നാട്ടിക്കഴിഞ്ഞു. സ്നേഹത്തിന് മുറിവേറ്റു. ദൈവസ്നേഹത്തിൽ കുരിശ് സ്ഥാപിതമായി. എന്താണ് ഈ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ പാപം ചെയ്യുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിൽ കുരിശ് നാട്ടുകയാണ്. ഞാൻ പാപം ചെയ്യുമ്പോൾ യേശുവിന് ചങ്കിൽ കുരിശ് നാട്ടുകയാണ്. ഞാൻ പാപത്തിലേക്ക് പോകുമ്പോൾ, എന്നിൽ തിന്മയുടെ ചിന്ത വരുമ്പോൾ, എന്നിൽ ദൂഷ്യവികാരങ്ങൾ വരുമ്പോൾ, എന്നിൽ അരുതാത്തതായ ദുർമോഹങ്ങൾ വരുമ്പോൾ, എന്നിൽ ദുരാഗ്രഹങ്ങൾ വരുമ്പോൾ, എന്നിൽ ദ്രവ്യാഗ്രഹം വരുമ്പോൾ, എന്നിൽ ലോകസ്നേഹം വരുമ്പോൾ, എന്നിൽ സ്വയപ്രശംസ വരുമ്പോൾ, അപ്പോൾ എൻ്റെ കരുണയുള്ള കർത്താവിന് ചങ്കിൽ കുന്തം കൊണ്ട് കുത്തി തുറന്ന് അവിടെ ഒരു കുരിശ് നാട്ടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ പാപം മൂലം ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹം എത്ര മുറിവേൽക്കുന്നു നാം മനസ്സിലാകുന്നത്. എൻ്റെ പാപം മൂലം ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുറിവേൽക്കുന്നു. ആ കുരിശ് സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തലതയ്ക്കുമെന്ന് പറഞ്ഞ് ആ കുരിശ് സ്ഥാപിതമായതിനു ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞു കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന്. എന്നാൽ ഈ യേശുക്രിസ്തു ജനിക്കുന്നതിന് ജീവനുള്ള ദൈവം അതിനൊരു സന്തതി പരമ്പരയെ, ഒരു തലമുറയെ ദൈവം ഒരുക്കുകയായിരുന്നു. അതിന് ദൈവം ജാതികളിൽ നിന്ന് ഒരു അബ്രഹാമിനെ വിളിച്ചു. മെസൊപ്പൊട്ടേമിയൻ സമതലത്തിൽ നിന്ന് ഒരു വിജാതീയ പുരുഷനെ വിളിച്ചു, അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ വിളിച്ച് പുറപ്പെടുവിച്ചു. വിഗ്രഹാരാധിയെ ദൈവം വിളിച്ചു. സത്യദൈവത്തെ തിരിച്ചറിയാത്തൊരു മനുഷ്യനെ ദൈവം വിളിച്ചു. ദൈവം വിളിച്ച് പുറപ്പെടുവിച്ചു. അബ്രഹാമിന് ശേഷം ഇസ്ഹാക്ക്, ഇസ്ഹാക്കിന് ശേഷം യാക്കോബ്. ദൈവം ആ തലമുറയായി ഇങ്ങനെ കൊണ്ടുവന്ന് ഒടുവിൽ കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബിനെ ദൈവം മുൻകൂട്ടി കണ്ട് കൊണ്ടുവരികയാണ്. ദൈവം വളർത്തിക്കൊണ്ട് വരികയാണ്. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ചില അത്ഭുത കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയും, ഞാൻ എന്തിനു കൊള്ളാം? എനിക്ക് പ്രായമായില്ലേ? എനിക്ക് വാർദ്ധക്യമായില്ലേ? അല്ല, എനിക്ക് കഴിവില്ലല്ലോ, എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ, എനിക്ക് ആരോഗ്യമില്ലല്ലോ, എനിക്ക് പണമില്ലല്ലോ, എനിക്ക് പ്രാപ്തിയില്ലല്ലോ, എനിക്ക് രണ്ട് വാക്ക് മിണ്ടാൻ അറിയാൻ പാടില്ലല്ലോ, എന്നെ എന്തിനു കൊള്ളാം? എന്നെ കൊണ്ടൊന്നും സാധിക്കുകയില്ല. ഇത്രയും കാലം പാപത്തിൽ ജീവിച്ച മനുഷ്യനല്ലേ? എത്രയോ പാപത്തിൽ ഞാൻ വീണുപോയി. ഏതെല്ലാം തിന്മയിൽ ഞാൻ ജീവിച്ചു പോയി. ഏതെല്ലാം അശുദ്ധമായ വഴികളിലൂടെ ഞാൻ ജീവിച്ചവനാണ്. ഞാനോ യേശുവിന് കൊള്ളാകുന്നതിനായി തീരാൻ പോകുന്നത്? മോനെ, നീ അങ്ങനെ ചിന്തിക്കരുത്. ദൈവവൈദ്യരെ, നീ എങ്ങനെ ഓർക്കരുത്. ഇത്രയും കാലം നീ തിന്മയ്ക്ക് അടിമപ്പെട്ട് ജീവിച്ചെങ്കിലും നിന്നെക്കുറിച്ച് ദൈവത്തിന് വളരെ അത്ഭുതകരമായ ഒരു നിർണയമുണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിന് വളരെ ആശാവഹമായ ഒരു പ്രതീക്ഷയുണ്ട്. നിന്നെ ദൈവം അതിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യാദൃച്ഛികമായിട്ടല്ല നീ ഈ വചനത്തിന് മുന്നിൽ വന്നത്. ജീവൻ്റെ വചനം നീ കേൾക്കാനിടയായത്, ജീവൻ്റെ ആത്മാവ് നിന്നെ തൊടുന്നത്, ജീവൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിലേക്ക്, നിൻ്റെ ഹൃദയത്തിലെ ഭിത്തികളെ തുളച്ച് വന്ന് നിൻ്റെ ഹൃദയത്തിൽ വന്ന് ആഞ്ഞടിക്കുന്നത് യാദൃച്ഛികമായിട്ടല്ല. ദൈവത്തിന് നിന്നെക്കുറിച്ച് വളരെ നിയതമായൊരു കാര്യപരിപാടിയുണ്ട്. അനേകം പ്രശ്നങ്ങളിലൂടെ നീ നടന്നു വന്നു. അനേകം യാതനകളേറ്റ് നീ നടന്നു വന്നു.
അനേകം പ്രതിസന്ധികളെ നീ അതിജീവിച്ച് കടന്നു വന്നു. പല പല പ്രയാസങ്ങളിൽ കൂടെ നീ കടന്നു വന്നു. മകളെ, നിന്നെക്കുറിച്ച് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഒന്നും യാദൃശ്ചികമല്ല. നിന്നെ ഉയർന്ന തലത്തിൽ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഉന്നതമായ ഒരു വലിയ പരിപാടിക്ക് വേണ്ടി നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ യാക്കോബിൻ്റെ തുടർന്നുള്ള ജീവിതം നാം കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം അബദ്ധങ്ങളിലാണ് അവൻ കുടുങ്ങിയത്, ഏതെല്ലാം തെറ്റുകളിലാണ് അവൻ വീണത്. എങ്കിലും ദൈവം കണ്ട പരിപാടി ദൈവം വിട്ടില്ല. ഏതെല്ലാം കുതന്ത്രങ്ങളിൽ അവൻ പെട്ടുപോയി, ഏതെല്ലാം ചതിവുകൾ അവൻ ചെയ്തു, ആരെയെല്ലാം അവൻ വഞ്ചിച്ചു. അവൻ്റെ സ്വന്തം അപ്പനായ ഇസ്ഹാക്കിനെ വഞ്ചിച്ചില്ലേ? അത് വേറൊരു വിഷയമാണ്. സ്വന്തം അപ്പനായ ഇസ്ഹാക്കിന് മുമ്പിൽ നുണ പറഞ്ഞില്ലേ? അപ്പനെ കബളിപ്പിച്ചില്ലേ? അപ്പൻ്റെ മുമ്പിൽ പച്ച കള്ളം പറഞ്ഞില്ലേ? ഒന്നല്ല, 3 കള്ളം ഒരുമിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 3 കള്ളം ഒരുമിച്ച് പറഞ്ഞു. മാത്രമോ, ലാബാൻ സ്വന്തം അമ്മാവനെ കബളിപ്പിച്ചു. അമ്മാവൻ്റെ ഭവനത്തിൽ ജീവിച്ചപ്പോൾ അവൻ തന്ത്രവും കൗശലവും മെനഞ്ഞു. ഏതെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നു പോന്നു. എല്ലാം ചതിവിൻ്റെ ഒരു ചരിത്രമാണ് യാക്കോബിൻ്റെ ചരിത്രം. വക്രതയുടെയും സൂത്രത്തിൻ്റെയും ചരിത്രമാണ്. സ്വയശക്തിയുടെ ചരിത്രമാണ്. ഇങ്ങനെയെല്ലാം കടന്നു വന്ന യാക്കോബിനെ സ്വർഗത്തിലെ ദൈവം മറന്നില്ല. ഏതൊരു കാര്യത്തിന് വേണ്ടി അവനെ ഒരുക്കിയോ ആ കാര്യത്തിലേക്ക് വേണ്ടി ദൈവം അവനെ കോർണർ ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. സ്നേഹിത, ഇന്ന് നീ വാക്കുകളെ കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നിന്നെ ദൈവം കോർണർ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. നീ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നെ ഇരുത്തിക്കൊണ്ട് ദൈവം നിന്നോട് ചില കാര്യങ്ങൾ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ അരികത്തേക്ക് ദൈവം വന്നുകൊണ്ട് നിന്നോട് പറയുകയാണ്, ഇത്രയും കാലം നീ ചതിയനായിരുന്നു, ഇത്രയും കാലം നീ മറ്റുള്ളവരെ വഞ്ചിച്ചവനായിരുന്നു, ഇത്രയും കാലം നീ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചവനായിരുന്നു, ഇത്രയും കാലം നീ കാപട്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞവനായിരുന്നു, ഇത്രയും കാലം നീ സൂത്രവും കൗശലവും പേറിയവനായിരുന്നു, ഇത്രയും കാലം നീ വ്യാജവും കളവും ചെയ്തവനായിരുന്നു, ഇത്രയും കാലം ദൈവവൈദ്യരെ നീ അരുതാത്ത മോഹങ്ങൾ കടുമപ്പെട്ട് ജീവിച്ചവനായിരുന്നു, ലോകമേ ശരണമെന്ന് പറഞ്ഞ് ഓടിയവനായിരുന്നു, എല്ലാം ഈ ലോകത്തിലെ കാര്യങ്ങൾ തന്നെ എന്ന് പറഞ്ഞ് ജീവിതം പാഴാക്കിയവനായിരുന്നു. എന്നാൽ സ്നേഹവാനായ ദൈവം പറയുന്നു, നിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞതാണ്, ഞാൻ നിന്നെ കണ്ടതാണ്, ഞാൻ നിന്നെക്കുറിച്ച് മുൻ നിർണയിച്ചതാണ്, മുൻ നിയമനം ചെയ്തതാണ്. നിന്നെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായൊരു കാര്യപരിപാടിയുണ്ട്. അതിലേക്ക് ഞാൻ നിന്നെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മകനെ. നിൻ്റെ തോൽവികളുടെ സമയത്ത് പോലും ഞാൻ നിൻ്റെ പുറകിൽ നിന്ന് മാറിയില്ല. നീ എന്നെ മറന്നുപോയ കാലത്ത് പോലും ഞാൻ നിന്നെ മറന്നില്ല. 20 വർഷത്തോളം നീ എന്നോട് പറഞ്ഞ വാക്ക് മറന്നിട്ട് നീ നിൻ്റെ സ്വന്തം വഴിക്കും ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ വഴിക്കും എല്ലാം നീ ഓടി, ജഡത്തിൻ്റെ മോഹങ്ങളുടെ പുറകെ ഓടി. 20 കൊല്ലക്കാലം നീ എന്നെ മറന്ന് ജീവിച്ചെങ്കിലും ഞാൻ നിന്നെ മറന്നില്ല. ഒരൊറ്റ ദിവസം പോലും ഞാൻ നിന്നെ മറന്നില്ല. ദൈവവൈദ്യലേ, നിന്റെ കാര്യം ഞാൻ മറന്നു എന്ന് നിനക്ക് തോന്നരുത്. നിന്നെ ഞാൻ മറന്നില്ല. എന്നാൽ ഇന്ന് നിന്നെ ഞാൻ കടന്നു പിടിച്ചിരിക്കുകയാണ്. ഇന്ന് നിന്റെ അരികത്തേക്ക് വന്ന് ഞാൻ നിന്നോട് സംസാരിക്കുകയാണ്. ഇന്ന് നിന്റെ അരികത്ത് വന്ന് എൻ്റെ വലം കരം കൊണ്ട് നിന്നെ പിടിക്കുകയാണ്. എൻ്റെ ആണിപ്പാടുള്ള കരം കൊണ്ട് നിന്നെ ഞാൻ മുറുകെ പിടിക്കുകയാണ്. എൻ്റെ തിരുരക്തം പുരണ്ട കരം കൊണ്ട് നിന്നെ മുറുകെ പിടിച്ച് ഞാൻ ചേർക്കുകയാണ്. ദൈവവൈദ്യലേ, നിന്നെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായ പരിപാടിയുണ്ട്. നിന്നിൽ നിന്നുകൊണ്ട് ഒരു വൻ വേല നിവർത്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ തലമുറയിൽ വലിയൊരു ചൈതന്യവത്തായ വേലയുടെ മുഖത്ത് നിന്നെ കൊണ്ടുവന്ന് നിന്നെ ഉപയോഗിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ മേൽ ചവിട്ടി ഊന്നി നിന്നുകൊണ്ട് നിന്നിൽ കൂടി അത്ഭുതങ്ങൾ നിവർത്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. അവൻ നിങ്ങളെ ഓരോരുത്തരെയും സമീപിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയമാണ് മാറേണ്ടത്, ജീവിതമാണ് മാറേണ്ടത്. നിങ്ങളുടെ ഹൃദയമാണ് മാറേണ്ടത്. ഹൃദയത്തിൽ രൂപാന്തരം വരുത്തുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന പ്രകാരം യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കാമോ? യേശുവിൻ്റെ തിരുനിണം അണിഞ്ഞ കാൽപ്പാടുകളും തിരുനിണം അണിഞ്ഞതായ കൈകളും നിന്നെ തൊടട്ടെ, നിന്നെ സ്പർശിക്കട്ടെ. യേശുവിൻ്റെ പാദത്തെ മൊത്തുവാൻ നിനക്ക് കൃപ തരട്ടെ. ആ പാദം നീ മൊത്തുവീൻ, ആ പാദത്തിൽ നീ വീഴുവീൻ, അവനോട് നീ വാക്ക് പറയുവീൻ. നാഥാ, ഇത്രയും കാലം വെറുമേൽ ഞാൻ ജീവിച്ചു പോയി. ഞാൻ എന്നെ തന്നെ മറന്ന് ജീവിച്ചു പോയി, നിന്നെയും മറന്ന് ജീവിച്ചു പോയി, പാപത്തിന് അടിമയായി ഞാൻ ജീവിച്ചു പോയി, തിന്മയുടെ അന്ധകാരത്തിൻ്റെ അധിപതിയുടെ മുൻപിൽ ഞാൻ വീണ് വണങ്ങി ജീവിച്ചു പോയി. എന്നോട് നീ കരുണ തോന്നണമേ, എന്നെ നീ കൈക്കൊള്ളണമേ, എന്നെ നീ എഴുന്നേൽപ്പിക്കണമേ. എൻ്റെ നാഥ, പാപത്തിൻ്റെ അടിമത്തത്തിൽ ആണ്ടുപോയ കാലങ്ങൾ, കബളിപ്പിക്കലിലും വഞ്ചനയിലും ചതിവിലും സൂത്രത്തിലും കൗശലത്തിലും വക്രതയിലും കാപട്യത്തിലുമെല്ലാം കഴിഞ്ഞുപോയ കാലങ്ങൾ എന്നോട് നീ ഓർക്കല്ലേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളോട് പറയട്ടെ, യേശു ഒന്നും ഓർക്കുകയില്ല, ഒന്നും ഓർക്കുകയില്ല. എൻ്റെ ദൈവമേ, ദൈവത്തിന് സ്തോത്രം. ഒന്നും ഓർക്കുകയില്ല. കരുണയുള്ള കർത്താവ് യാബോക്കിൻ്റെ കടവിൽ വെച്ച്
ജീവനുള്ള ദൈവം യാക്കോബിനോട് ചോദിച്ചോ, നീ എന്തെല്ലാം വഞ്ചനയാണ് മോനെ ചെയ്തത്, നീ എന്തെല്ലാം കാപട്യമാണ് ചെയ്തത്, നീ എന്തെല്ലാം സൂത്രങ്ങളാണ് പ്രയോഗിച്ചത്, വല്ലതും ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ലല്ലോ. അതുകൊണ്ട് നിന്നെ തൊടാൻ എനിക്ക് നിർവാഹമില്ല കുഞ്ഞെ. നീ എൻ്റെ അടുക്കലേക്ക് വരണ്ട, നീ ഇനി എന്നോട് പ്രാർത്ഥിക്കേണ്ട, നീ എൻ്റെ അടുക്കലൊന്ന് യാചിക്കേണ്ട എന്ന് ദൈവം പറഞ്ഞോ? പറഞ്ഞില്ല, പറയുകയില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വർഗത്തിലെ ദൈവം നിങ്ങളൊരു കാലത്ത് ഉപേക്ഷിക്കുകയില്ല, നിങ്ങളെ തള്ളിക്കളകയില്ല. നിങ്ങൾ വിശ്വസിക്കൂ, ഈ ദൈവം സ്നേഹം തന്നെയാണ്. നിങ്ങൾക്ക് വേദന വരുമ്പോഴും ഈ ദൈവം സ്നേഹമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വേർപെട്ട് പോകുമ്പോഴും ഈ ദൈവം സ്നേഹമാണ്. നിങ്ങളുടെ കൂട്ടാളികൾ നിങ്ങളെ തെറ്റിദ്ധരിക്കുമ്പോഴും ഈ ദൈവം സ്നേഹം തന്നെയാണ്. നിങ്ങളുടെ കൂടെ നടന്നവർ നിങ്ങളുടെ ശത്രുക്കളായി തീരുമ്പോഴും ഈ ദൈവം സ്നേഹം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, പണം കുറഞ്ഞു പോകുമ്പോഴും ഈ ദൈവം സ്നേഹം തന്നെയാണ്. രോഗം വർദ്ധിച്ച് ആരോഗ്യം ക്ഷയിച്ച് പോകുമ്പോഴും ഈ ദൈവം സ്നേഹം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. കുടുംബത്തിൽ മുഴുവൻ അരോഗ്യമാകുമ്പോഴും, കുടുംബത്തിൽ ശണ്ടയാകുമ്പോഴും, ഭാര്യയും ഭർത്താവും പിണങ്ങി കഴിയുമ്പോഴും ഈ ദൈവം സ്നേഹം തന്നെയാണ്. മകനെ, ആ സ്നേഹവാനായ ദൈവം നിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിയിട്ടില്ല, നിൻ്റെ അരികത്ത് നിന്ന് വിട്ടുപോയിട്ടില്ല. ആ ദൈവം നിന്നെ തന്നെ പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് നിന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ മാറി കടന്നു പോകുന്നവനല്ല. അവൻ നിൻ്റെ അരികത്തൊന്ന് നിന്ന് നിന്നെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ആ അൻപുള്ള വിളി നീ കേൾക്കുക. സക്കായിയെ, വേഗം ഇറങ്ങി വാ എന്നാണ് കർത്താവ് പറയുന്നത്. സക്കായിയുടെ കഴിഞ്ഞ കാലം കർത്താവ് ചോദിക്കുന്നില്ല, ഒന്ന് വേഗം ഇറങ്ങി വാ മോനെ എന്നാണ് പറയുന്നത്. ഇറങ്ങി വന്നോളാനാണ് പറയുന്നത്. നീ അവിടെ മറിഞ്ഞിരിക്കേണ്ടവനല്ല എന്നാണ് പറയുന്നത്. നീ അവിടെ ഒളിച്ചിരിക്കേണ്ടവനല്ല എന്നാണ് പറയുന്നത്. അനേകരിന്ന് ഒളിച്ചിരിക്കുകയാണ്. മരച്ചില്ലകളുടെ മറവിൽ അനേകർ ഒളിച്ചിരിക്കുകയാണ്. ഇറങ്ങി വരിക പ്രിയപ്പെട്ടവരെ, നിങ്ങൾ താണു വരിക, ഇറങ്ങി വരിക. മുകളിൽ ഒളിച്ചിരിക്കേണ്ട, മറഞ്ഞിരിക്കേണ്ട. നിങ്ങൾ ആരും മറഞ്ഞിരിക്കേണ്ടവരല്ല, നിങ്ങൾ വെളിച്ചത്തേക്ക് വരേണ്ടവരാണ്. യേശുവിൻ്റെ കൂടെ നടക്കേണ്ടവരാണ്. ഭവനത്തിലേക്ക് യേശുവിനെ കൈക്കൊള്ളേണ്ടവരാണ്. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിൽക്കേണ്ടവരാണ്. നിങ്ങൾ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കേണ്ടവരാണ്. നിങ്ങൾ കൂടി വൻകാര്യങ്ങളിൽ നടക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെല്ലാം തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ ആണിപ്പാടലകർ നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നു. ആ തൃക്കരത്തിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുവീൻ. തിരക്തം പുരണ്ട ആ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് യേശുവോട് ഒരു വാക്ക് നിങ്ങൾ പറയുമോ? ഇപ്പോൾ പറയുമോ? യേശുവേ, ഇത്രയും കാലം പാഴാക്കി കളഞ്ഞു. ഇനിയുള്ള ജീവിതം യേശുവേ നിനക്ക് വേണ്ടി മാത്രം, എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച് തിരക്തം ചിന്തിയ രക്ഷക, എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ യേശുവേ, ഇത്രയും കാലം നിന്നെ അറിയാതെ ഞാൻ ജീവിച്ചു പോയി. എന്നാൽ ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കരങ്ങളിലേക്ക് എൻ്റെ ഭാവി ഞാൻ ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ മുഴുവൻ ജീവിതവും ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ഏൽപ്പിച്ചു തരുന്നു. എന്നെ നീ കൈക്കൊള്ളണമേ, എന്നെ നീ സ്വീകരിക്കണമേ, എൻ്റെ മേൽ നിന്റെ തൃക്കരം വയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം സമർപ്പിക്കുന്നുണ്ട്? സമർപ്പിക്കുന്നവരുടെ കരങ്ങളെ ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, ഈ ഉയർത്തിയ കരങ്ങളെ അവിടുന്ന് കാണുന്നുവല്ലോ. നിന്റെ മക്കളുടെ കരങ്ങളെ അവിടുന്ന് പിടിക്കണമേ കർത്താവേ. അവിടുന്ന് വിശുദ്ധീകരിക്കണമേ കർത്താവേ. പുതിയ പ്രസന്നതയിലേക്ക് നിന്റെ മക്കളെ നയിക്കണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.